സംസ്ഥാനത്ത് ഫിറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് 1157 സ്കൂളുകൾ. ഇതിൽ ഭൂരിഭാഗവും സർക്കാർ സ്കൂളുകൾ എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. തദ്ദേശ വകുപ്പിന്റെ കണ്ടെത്തലിന് പിന്നാലെ നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങി സൂക്ഷിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന ചില കണക്കുകൾ കേട്ടാൽ ഈ സർക്കുലറൊക്കെ എല്ലാവർക്കും അനുസരിക്കാനുള്ളതല്ലേ എന്ന് തോന്നിപ്പോകും. CR മഹേഷ് MLA ചോദ്യത്തിനാണ് നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ രേഖാമൂലമുള്ള മറുപടി. 1157 സ്കൂളുകൾ അൺഫിറ്റ് എന്ന് കണ്ടെത്തിയത് തദ്ദേശ വകുപ്പാണ്. ഇതിൽ 875 എണ്ണം സർക്കാർ സ്കൂളുകളും 262 എണ്ണം എയ്ഡഡ് സ്കൂളുകളുമാണ്. കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ. 143 സ്കൂൾ കെട്ടിടങ്ങൾ യോഗ്യമല്ല. ആലപ്പുഴയിൽ 134ഉം തിരുവനന്തപുരത്ത് 120 സ്കൂൾ കെട്ടിടങ്ങൾ അൺഫിറ്റാണ്. ഫിറ്റല്ലാത്ത സ്കൂളുകളിലെ കെട്ടിടങ്ങളിൽ ക്ലാസുകൾ നടക്കുന്നുണ്ട്. ഉപയോഗശൂന്യമായ കെട്ടിടങ്ങൾ പൊളിക്കുന്നതും ക്ലാസുകൾ നിർത്തുന്നതും ഉൾപ്പെടെ നടപടികൾ വൈകിപ്പിക്കുന്നുവെന്നാണ് ആക്ഷേപം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും സംരക്ഷണം ഏർപ്പെടുത്തേണ്ട സർക്കാർ ഇത്തരം ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്കൂളിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഈ അവസ്ഥ സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി. സ്കൂളുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തി വരുന്നുവെന്നും മന്ത്രി വിശദീകരിക്കുന്നു. സ്കൂളുകൾ തുറന്നിട്ട് 4 മാസം കഴിഞ്ഞു. പരിശോധനയും കണക്കെടുപ്പും ഒക്കെ ഇപ്പോഴും തുടരുന്നതേ ഉള്ളൂ. കൊല്ലം തേവലക്കരയിലെ മിഥുൻ എന്ന വിദ്യാർത്ഥിയെ കേരളം മറന്നിട്ടില്ല. TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.